നമസ്കാരം. എൻ്റെ പേര് പരിചയപ്പെടുത്തി അനിൽകുമാറാണ്. ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. നമ്മള് പലപ്പോഴും ഒരു അസുഖം വരുമ്പോ നമ്മൾ മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടും താൽക്കാലികമായിട്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഡോക്ടറെ കാണിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഔഷധ മേഖല എന്ന് പറയുന്നത് ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണ്. നമ്മള് പണ്ടത്തെ പാരമ്പര്യ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റുകളൊന്നും അല്ല നടക്കുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഇന്നത്തെ ഭൂരിപക്ഷം പേരും ഫോക്കസ് ചെയ്യുന്നത് അലോപ്പതി മെഡിസിൻസ് ആണ്. നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തലസ്ഥാനമാണ് കേരളം. നമ്മളൊരു ഹോട്ടലിൽ കയറുകയാണെങ്കിൽ എന്ത് ചെയ്ത് ഒരു ചായക്ക് പറയുകയാണെങ്കിൽ 2 3 തരം ചായയാണ് ഓർഡർ ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഏകദേശം 5-ൽ 1 ആൾക്ക് പ്രമേഹവും 3-ൽ 1 ആൾക്ക് അതുപോലെ തന്നെ പ്രഷറും എന്നുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഒരു തലസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കമ്പനി MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു മാർക്കറ്റിങ്ങിനെ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മാനസികാവസ്ഥ, ഒരു വർഷങ്ങളായിട്ട് മെഡിക്കൽ ഷോപ്പില് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ഗവൺമെന്റ് സർവീസിൽ കുറച്ചു കാലമൊക്കെ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും, അതിലൊരു ക്വാളിഫൈഡ് പേഴ്സൺ വേണം, അവിടുന്ന് പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ആ മരുന്ന് ഭക്ഷണത്തിന് ശേഷമോ അതിന് മുമ്പോ എന്ന് കഴിക്കാനുള്ള നമ്മൾ മരുന്ന് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പഠിച്ചിരിക്കുന്നതും, ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട് ഈ സെയിൽസ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, കൊടുക്കുന്ന മരുന്ന് എന്തിനാണുള്ളതെന്നും അതെന്തൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്റ്റ് എന്നുള്ളത് നമുക്ക് ഫാർമസിസ്റ്റിനെ സംബന്ധിച്ച് അറിയാം. അപ്പൊ ഈ സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു മരുന്നില്ല. അലോപ്പതിയിൽ നോക്കുകയാണെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു മരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നമുക്ക് എന്താണ് കൊടുക്കാൻ പാടില്ല എന്നറിയുന്ന മരുന്നുകൾ പോലും നിർബന്ധിതമായിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ മേഖല, അതും രോഗങ്ങൾ വരാതിരിക്കാനുള്ള വെൽനസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതിനോട് എനിക്ക് ആ ഒരു താല്പര്യം വന്നത്, എൻ്റെ ആദ്യത്തെ ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മക്കളാണെന്ന് നമ്മൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ലീഡ് ചെയ്യുന്നത് പല കാര്യത്തിലും. ഇപ്പൊ ഇലക്ട്രോണിക്സ് യുഗമാണ്. ഇപ്പൊ സാധാരണ നമ്മൾ മൊബൈൽ ഫോണൊക്കെ വന്ന് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു പച്ച സ്വിച്ച് ഓൺ ചെയ്യാനും ചുവന്ന സ്വിച്ച് ഓഫ് ആക്കാനാണ്. പക്ഷെ നമ്മളെ കുട്ടികൾ അത് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കും. നമ്മളൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ കുറച്ച് വൈകിട്ടായിരിക്കും അത് പഠിക്കുക. അതുപോലെ തന്നെ ഈ മേഖല എന്നെ ആദ്യം പരിചയപ്പെടുത്തുന്ന എൻ്റെ മകളാണ്. മകൾ ടീച്ചറാണ്. അങ്ങനെ മകൾ ഇത് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞത്, എല്ലാവരും പറയുന്ന പോലെ റിജക്ഷൻസ് ആയി, മേഖലയെ പറ്റി അറിവില്ലാത്തതുകൊണ്ട് റിജക്ഷൻസ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞത്, നീ ഏതായാലും ഇതിൽ കുടുങ്ങി, എന്നെയും കൂടി കൊടുക്കണ്ട, നീയും നിന്റെ ഭർത്താവും കുടുങ്ങി എന്നാ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ, അച്ഛൻ നല്ല കഫ്സിറപ്പാണ് മെയിനായിട്ട് തന്നത്, കഫ്സിറപ്പാണ് നല്ല ലാഭം കിട്ടുന്ന പറഞ്ഞ സമയത്ത്, ഞങ്ങളെ സംബന്ധിച്ച് മെഡിക്കൽ ഷോപ്പിൽ 100 അലോപ്പതി ബോട്ടിൽ കഫ്സിറപ്പ് എടുക്കുകയാണെങ്കിൽ 100 ഫ്രീ കിട്ടും. 50 രൂപ MRP അടിച്ചിരിക്കുന്ന കൗണ്ടറിൽ കൊടുക്കുന്ന ഒരു കഫ്സിറപ്പ് ഞങ്ങൾക്ക് അത് 15 16 അല്ലെങ്കിൽ 18 രൂപയ്ക്ക് കിട്ടും. അപ്പൊ ആ ലാഭം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സ്വീകരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞ്, വേണ്ട, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത്. അങ്ങനെ ഞാൻ അറിയുന്നില്ല, ഒരു 2 മാസം കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ലേഡിക്ക് കൊടുത്ത് ഞാൻ അറിയുന്നില്ല, കഫ്നിൽ എന്ന സിറപ്പ്. അപ്പോ ആ ലേഡി വന്നിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ, നല്ല സിറപ്പാണ്, ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്ത ചുമ, ഇത് കഴിച്ചപ്പോൾ മാറി. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലും കൂടി വേണമെന്ന് പറഞ്ഞ വന്നത്. ഞാൻ ആ സമയത്ത് വീട്ടിലില്ല. അപ്പൊ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ്, കുറച്ച് വൈകിട്ട് വന്നപ്പോൾ, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അതാ ആൾക്കാർ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ മോശം വരില്ലല്ലോ, ഞാനത് ശ്രദ്ധിക്കാഞ്ഞത് മോശമായി പോയല്ലോ. അപ്പൊ ഞാൻ മകളോടും ഭർത്താവിനോടും വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാല്, നീ ID അടിച്ചോന്ന് വെച്ചാൽ, ID അടിച്ചാലാണ് നമ്മളിതിൽ കമ്പനീന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നുള്ള അറിയാവുന്നതുകൊണ്ട് ID അടിച്ചോന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ID ഒന്നും അടിച്ചിട്ടില്ല, ഞാൻ അതിനെപ്പറ്റി നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നി, അങ്ങനെ സെയിൽ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി, ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാവും. കാരണം ഇതൊരു മാർക്കറ്റിംഗ്
ഇതാണ് സിസ്റ്റാണല്ലോ. അപ്പൊ ഞാൻ അതൊന്നും അറിയാതെ തന്നെ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഭാര്യ ഒരു 10-16 വർഷമായി കിടപ്പിലാണ്. അലോപ്പതി മരുന്നിന്റെ സൈഡ് എഫക്റ്റും കൂടിയാണത്. അപ്പോ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ മകള് അടിച്ചിട്ടില്ല, ഭാര്യ അടിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മൂന്നാളുടെയും പേരിൽ 10-30,000 റുപ്യന്റെ പ്രോഡക്റ്റ് വാങ്ങി. സ്വാഭാവികമായിട്ട് ഇത് അലോപ്പതി മരുന്ന് കൈകാര്യം ചെയ്ത് എന്നെ സംബന്ധിച്ച് ഇത് ഇന്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതെങ്ങനെ കസ്റ്റമേഴ്സ് സ്വീകരിക്കും എന്നുള്ളത് ആണ് എൻ്റെ ഒരു പ്രധാനമായ വിഷയം ഉണ്ടായിരുന്നത്. നമ്മളെ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അതിന് പ്രതികരിക്കുക എന്നുള്ളത്. ഇതിന്റെ ക്വാളിറ്റിനെ പറ്റി ഇങ്ങനെ ഒരു അറിവുണ്ടായി എന്നല്ലാതെ കൂടുതലായിട്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കുറെ പ്രോഡക്റ്റുകൾ എടുത്തല്ലോ, 10-30,000 രൂപേന്റെ പ്രോഡക്റ്റുകൾ എടുത്ത്. അതില് ഞാൻ റിസൾട്ടാണ് ഇപ്പം പറയുന്നത്. ഫെയർനെസ് ക്രീം, കഫ് സിറപ്പ്, പിന്നെ പേസ്റ്റ്, ഇതൊക്കെ വളരെയധികം സെയിലാകുന്ന ഒരു സാധനമാണ്. അതില് ഒരു പ്രിസ്ക്രിപ്ഷൻ വന്ന സമയത്ത് അതില് മൂന്നാമത്തെ മാസമാണ് ഈ പ്രിസ്ക്രിപ്ഷനിൽ മരുന്ന് വാങ്ങിക്കുന്ന ലേഡി. ബിന്ദു എന്നാണ് പേര്. കൊയിലാണ്ടി തന്നെയാണ്. അപ്പോ അവര് ഒരു ഹോട്ടലില് ജോലി ചെയ്യാണ്. അപ്പോ ആദ്യത്തെ എഴുതിയ അമോക്സിലിൻ, പൈറോസിക്കം, മെട്രോണിഡസോൾ, ഈ ഗുളികകളാണ് എഴുതിയത്. ആ അമോക്സിലിൻ ഒരു നോർമൽ ആന്റിബയോട്ടിക് ആണ്. അത് കഴിച്ചിട്ട് മാറാത്തപ്പോ രണ്ടാമത്തെ മാസം അമോസ്ക്ലാവ് കുറച്ചുകൂടി ആഡ് ചെയ്ത്, അഡീഷണൽ ആയിട്ടുള്ള ഡ്രഗും കൂടി ആഡ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി സ്ട്രോങ് കൂട്ടി ഈ വേദനന്റെ ഗുളികകളൊക്കെ മൂന്നാമത്തെ മാസം എന്ന് പറഞ്ഞാൽ സെഫ്രോക്സിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് ആണ്. അപ്പൊ തുടർച്ചയായിട്ട് 3 തരം ആന്റിബയോട്ടിക് ആ ലേഡി കഴിക്കാൻ മൂന്നാമത്തെ ആന്റിബയോട്ടിക് കഴിക്കാൻ പോവാ. അപ്പൊ ഇതൊരു തുടക്കം എന്നുള്ള എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ 3 ദിവസത്തേക്ക് 600 രൂപ വരും. അപ്പൊ 200 രൂപ ഒരു ദിവസത്തേക്ക് വരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ 200 രൂപ ഒരു ദിവസത്തേക്ക് വരും. അപ്പൊ എന്നോട് ഒരു ദിവസത്തേക്ക് മതി എന്നാണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പേസ്റ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഉപയോഗിക്കുക. ഇതിൽ വാണിംഗ് ഇല്ലാത്ത പേസ്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഊന് വീക്കം വേദനയുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ വേദനയുള്ള ഭാഗത്ത് ലേശം തേച്ച് പിടിപ്പിച്ചിട്ട് 2-3 പ്രാവശ്യം ചെയ്തിട്ട് 2 നേരം പല്ലും തേക്കാന്നാണ്. അപ്പൊ ഞാനത് കൊടുത്തു വിട്ട്. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഇവര് ചിരിച്ചോണ്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ തന്ന മരുന്ന് തിരിച്ചെടുക്കുമോ. അപ്പോ ഞാൻ ചോദിച്ചു ആകെ ഒരു ദിവസത്തേക്ക് വാങ്ങിയ മരുന്ന് നിങ്ങൾ കഴിച്ചില്ലേ? ഇല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രകാരം ചെയ്ത സമയത്ത് എനിക്ക് ഈ 3 മാസമായി ഞാൻ അനുഭവിച്ച വേദന വെറും 4 ദിവസം കൊണ്ട് മാറിയെന്നതാണ്. അപ്പോ അങ്ങനെ ഒരു റിസൾട്ട് വന്ന സമയത്ത് അത് മാത്രമല്ല, അതിൽ നിന്ന് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാല് അതാണ് നമുക്ക് ഈ മേഖലയിൽ കിട്ടുന്നത്. അതായത് നിങ്ങൾ എനിക്ക് ദൈവത്തിന് തുല്യമായ ഒരു മനുഷ്യനാണ്. ഇപ്പൊ എല്ലാവരും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നില്ലേ, അതെനിക്ക് അനുഭവത്തിൽ വന്നു. അതായത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള, പിന്നെ എനിക്ക് നിപ്പ് കൊള്ളൂലോ ഈ പ്രോഡക്റ്റ്. പിന്നെ ആദ്യത്തെ റിസൾട്ട് അല്ലേ വരുന്നത്. അങ്ങനെ കഫ്നിലിന്റെ റിസൾട്ട് വന്നു. അപ്പൊ ഈ കഫ്നിലിന്റെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഈ കഫ്നിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതായത് ഈ സിറപ്പ്, അതുപോലെ തന്നെ എസ്പെറ്റോറൻ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാല് കഫമുള്ളത് അലിഞ്ഞു പോരുന്ന ഇതിനാണ് എക്സ്പെക്ടോറിന്റെ കാറ്റഗറിയിൽ വരുന്നത്. കഫമില്ലാത്ത ഇതൊക്കെ ഡ്രൈ കഫിന് വരുന്നത് സിറപ്പ് എന്നുള്ള ബേസിലാണ്. പക്ഷെ നമ്മളിത് സിറപ്പ് ആണെങ്കിലും ഇതിലുള്ള മധുരം എന്ന് പറഞ്ഞാൽ ഇത് ഇരട്ടി മധുരത്തിൻ്റെതാണെന്നാണ്. അപ്പോ സിറപ്പ് ബേസ് അല്ല, അതായത് പഞ്ചസാര ഷുഗർ ബേസ് അല്ലത്. അപ്പോ ഈ ഒരു കഫ് സിറപ്പിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അപ്പര റിസൾട്ടാണ്. ഏറ്റവും കൂടുതൽ കഫ് സിറപ്പ്, അതായത് ഞാൻ അലോപ്പതി പ്രിസ്ക്രിപ്ഷൻ വന്നതിന് ഡോക്ടർ എഴുതിയ മരുന്നില്ലാഞ്ഞിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പലരും വിചാരിക്കുന്ന എന്താ വെച്ചാൽ ഇത് ഉള്ളിൽ കഴിക്കാൻ പറ്റും എന്നുള്ള പേടി ഉണ്ടാവും. ആരും ഇതിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വെൽനെസ് ആണ്. അതായത് പ്രൊപ്രൈറ്ററി ആയുർവേദിക് മെഡിസിൻ എന്ന് വെച്ചാൽ, പ്രൊപ്രൈറ്ററി ആയുർവേദിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു കമ്പനിയോ ഒരു വ്യക്തിയോ ഒരു പ്രത്യേക പാറ്റന്റ് എടുത്തുകൊണ്ട് ഇറക്കുന്ന ഒരു മെഡിസിൻ എന്നുള്ള നിലക്ക് പ്യുവർ ആയുർവേദിക് ആണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ മാത്രമല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, കഫ്നിൽ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളൊരു പെട്ടെന്ന് ഒരാൾ കഫ്നിലുണ്ട്, നമ്മളൊരു സെയിലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കഫ്നിലുണ്ട്, നല്ല ചുമയ്ക്കാൻ നല്ലതാണ്, കഫമുള്ള ഇല്ലാത്തതിനൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ അതങ്ങ് പെട്ടെന്ന് സ്വീകാര്യത വരില്ല. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് ആ കഫ് സിറപ്പിനെ പറ്റി പറയുമ്പോൾ നിലവിലുള്ള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കഫ് സിറപ്പ്
ഇപ്പൊ പ്രത്യേകിച്ച് അലോപ്പതിയിൽ മെഡിക്കൽ ഷോപ്പ് പോയി വാങ്ങുന്നതാണ്. കഫ് സിറപ്പിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കഫ് സിറപ്പ് കഴിച്ചാൽ ചിലപ്പം തലകറക്കം തോന്നും, രാവിലെ കുട്ടിയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് എഴുന്നേൽക്കുള്ളൂ, വീണ്ടും ഉറങ്ങും, അതുപോലെ തന്നെ തലവേദന ഉണ്ടാവും. അതായത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു സംഗതി അലോപ്പതി ഇല്ല. പ്രത്യേകിച്ച് കഫ് സിറപ്പിന് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. എന്നാൽ നമ്മളെ ആദ്യം ഞാൻ ഈ രണ്ട് അലോപ്പതി മെഡിസിൻ എഴുതിയതായാലും അല്ലാതെ ഒരു കഫ് സിറപ്പ് എടുത്തു വെക്കും, എന്നിട്ട് നമ്മൾ കഫ്നിൽ എടുക്കും, എന്നിട്ട് ഇതിന്റെ ഒരു ഇതുണ്ടല്ലോ സൈഡ് എഫക്റ്റ്, ഇത് കഴിച്ചാലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയും. അലോപ്പതി മരുന്ന് കഴിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അലോപ്പതി മരുന്നിൽ ഇപ്പൊ ആൽക്കഹോളിന്റെ ഒരു കാര്യമുണ്ട്. ആൽക്കഹോൾ അല്ല ശരിക്കും അലോപ്പതി മരുന്നിന്റെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. CPM, ഫ്ലോർ ഫിനറാമിൻ മാലിയേറ്റ്, അതുപോലെ തന്നെ ഫിനറാമിൻ മാലിയേറ്റ്, ഇത് 2mg ആയാലും 4mg ആയാലും ഇത് കഴിക്കുമ്പോൾ CPM എന്ന് പറഞ്ഞാൽ ഫിനറാമിൻ മാലിയേറ്റ് സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ട് അവിൽ 25 എന്നൊക്കെ. CPM വരുന്നത് 2mg 4mg, അവിൽ 25 വരുന്നത് 25 എന്നുള്ള അല്ലെ 50mg. ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലെ ആന്റി ഹിസ്റ്റാമിൻസ് പുറപ്പെടുവിക്കുന്ന അത് സപ്രസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഉറക്കുണ്ടാവും. അപ്പൊ ആൽക്കഹോൾ അല്ല ഇതിലുള്ള ഒരു പ്രധാന ഉറക്കുണ്ടാക്കുന്ന സാധനം, ഇങ്ങനെയുള്ള മെഡിസിൻസ് ആണ്. അപ്പൊ അത് അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അലോപ്പതി മരുന്നിന്റെ സൈഡ് എഫക്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ കഫ്നിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്വീകാര്യത കൂടുതലാണ്. നമ്മൾ അതിന്റെ സൈഡ് എഫക്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കുക. അതായത് ഈ തലവേദന, തലയിൽ പറഞ്ഞ മാതിരി സൈഡ് എഫക്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ പിന്നെ ലിവറിനായാലും കിഡ്നിക്കായാലും ഇതൊക്കെ ബാധിക്കുന്നുള്ളതിനൊക്കെ എല്ലാ സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മളത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് കഫ്നിലിന്റെ ഗുണം, പിന്നെ കഫ്നിൽ സാധാരണ അലോപ്പതി മെഡിസിന് സാധാരണയായിട്ട് കൊഡൈൻ ഫോസ്ഫേറ്റ് അടങ്ങിയ കോറക്സ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും ഒരു പിന്നെ ഒരു 10-20 മില്ലി കഴിക്കുകയാണെങ്കിൽ ഒരു 2 പെഗ് അടിച്ചതിന് സമ ഇത് ഈ കോറക്സ് ഒക്കെ. അപ്പൊ അതിന് നിയന്ത്രണങ്ങൾ വന്നു. ഇപ്പൊ ഞങ്ങൾ കൊയിലാണ്ടിയിലൊക്കെ കോറക്സ് ഉപയോഗിച്ചിട്ട് കുപ്പികളൊക്കെ സൈഡിലൊക്കെ ടോയ്ലറ്റിന്റെ അവിടെ ഇവിടെ കാണാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനില് പിന്നെ നമ്മൾ കമ്പനി അവസാനം ഇത് മാർക്കറ്റിംഗ് കുറവായതുകൊണ്ട് നിർത്തി. കൊഡൈൻ ഫോസ്ഫേറ്റ് അടങ്ങിയ ഇത് എന്താ വെച്ചാൽ നമ്മൾ കഞ്ചാവിനുള്ള സംഭവമുള്ള ഈ കൊഡൈൻ ഫോസ്ഫേറ്റ് അടങ്ങിയ കഫ് സിറപ്പ് ഒക്കെ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അതായത് ശോധനക്കുറവുണ്ടാവും, അത് പറഞ്ഞ് അഡീഷണൽ ആയിട്ട് ഉറക്കം കൂടുതൽ ഒക്കെ ഉണ്ടാവും, ഉറക്കം തോന്നും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു മെഡിസിന്റെ സൈഡ് എഫക്ട് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞിട്ട് നമ്മൾ കഫ്നിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അത് കുറച്ചുകൂടിയും സ്വീകാര്യത, നമ്മളെ കസ്റ്റമേഴ്സിനുള്ള ഒരു സ്വീകാര്യത നമുക്ക് ലഭിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ അസുഖങ്ങളുടെ ഒരു കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും ഇന്നൊരു പിന്നെ മുക്കിന് മൂലയ്ക്കൊക്കെ ഡയാലിസിസ് സെന്ററുകൾ അതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ അലോപ്പതി മരുന്നിന്റെ ദുരുപയോഗമാണ്. അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു പൂർവ്വ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അലോപ്പതി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അത് ഷുഗറിനുള്ളത്. ഷുഗർ ശരിക്കും എന്താ പറയുന്നത്, നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ പിന്നെ ഡയാബ് ലൈഫും കൂടിയും കഴിക്കുന്ന സമയത്ത് ഷുഗറിന് നല്ല റിസൾട്ടാണ്. ഡയാബ് ലൈഫില് നമ്മള് പ്രധാനമായിട്ടും വെളുത്തുള്ളിയിലെ അലിസിനാണ്. നമ്മൾ എന്നാ പിന്നെ ആ വെളുത്തുള്ളി കഴിച്ചാൽ പോരെ എന്നുള്ള ചോദ്യം വരും. അതായത് 10-35 വെളുത്തുള്ളി ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അഥവാ കഴിക്കുകയാണെങ്കിൽ പൊള്ളും, ചുട്ടിട്ടാണ് സാധാരണ നമ്മൾ സാധാരണ വെളുത്തുള്ളി മാത്രമായിട്ട് കഴിക്കുമ്പോൾ ചുട്ടിട്ട് അതിന്റെ വീര്യം കുറച്ചിട്ട് ചീക്കനൽ ചുട്ടിട്ട് അതിന്റെ വീര്യം കുറച്ചിട്ടാണ് ഉപയോഗിക്കുക. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, അതിലെ അലിസിൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മൾ വെളുത്തുള്ളി കഴിച്ചാലും നമ്മളെ വയറ്റിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് അത് അതിന്റെ ശക്തി നിർവീര്യമാവും. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അത് സ്റ്റെബിലൈസ്ഡ് ആവണം. അങ്ങനെ സ്റ്റെബിലൈസ്ഡ് അലിസിനായിട്ട് വേർതിരിച്ചെടുക്കുന്ന പീറ്റർ ജെസ്ലിംഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ റിസർച്ച് പ്രോഡക്റ്റ് ആണ് നമ്മളെ ഡയാബലൈഫ്. അപ്പൊ ഡയാബലൈഫ് സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണ്, എനിക്ക് അങ്ങനെ ഷുഗർ ഒരു ബോർഡർ ലെവലിൽ നിന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ഡയാബലൈഫ് ഒരു 8 ബോക്സോളം കഴിച്ചു. അതായത് നമ്മളെ ഈ ഒരു പ്രോഡക്റ്റ് അതുപോലെ തന്നെ 95 ഞാനൊരു 8 ബോക്സ് വരെ 95 കഴിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു മീറ്റിങ്ങില്, ഞാൻ കോഴിക്കോട് ഒരു മീറ്റിങ്ങില് ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനുണ്ട്, മോളുണ്ട്, മോളെ ഭർത്താവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനങ്ങനെ കണക്കൊന്നും വെച്ചില്ല. അപ്പൊ 10-40,000 രൂപ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മകൾ എന്നോട് തിരുത്തി. മകള് പറഞ്ഞു പിന്നെ അല്ല 10-20,000 രൂപേന്റെ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സമയത്ത് മകൾ എന്നോട് തിരുത്തി. മകൾ പറഞ്ഞു, അച്ഛൻ 20,000 ഒന്നല്ല 40,000 രൂപേന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് ഒരു 2-3 കൊല്ലം മുമ്പാ. ഞാനിത് ഒരു പ്രോഡക്റ്റ് എടുക്കും, വിളിച്ച് വൈഫിനോട് പറയും ഞാനൊരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറയൂ, അത് അവരെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പൊ മൊത്തം നോക്കുമ്പോൾ ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളുണ്ട്. കവചപ്രാശം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് കവചപ്രാശം. കവചപ്രാശം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ എപ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് മാസം ഈ വേനൽക്കാലം ഉണ്ടല്ലോ, ഇത് കുറച്ച് ഉഷ്ണമാണ് സംഗതി. അപ്പം വേനൽക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് ചൂടിന്റെ മേലെ കുറച്ചൊരു ശാരീരികമായ ഉഷ്ണം തോന്നും. അതേ സ്ഥാനത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലമാണ്. അപ്പൊ കവചപ്രാശം ഞാനൊരു 5-8 ബോക്സ് ഉപയോഗിച്ച്, 95 ഉപയോഗിച്ച്, ലിവഗൈൻ സിറപ്പ് കുറെ ഉപയോഗിച്ച്, ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ബ്ലഡ് പ്യൂരിഫയർ ഉപയോഗിച്ച്, അതായത് ഒരുവിധ എല്ലാ പ്രോഡക്റ്റ് ഉപയോഗിച്ച്. അപ്പൊ ഇതിന്റെ എന്താ വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇപ്പം കണക്ക് കൂട്ടുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ശരിക്കും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതൊക്കെ റീറ്റെയിൽ ചെയ്തിട്ടുള്ള ലാഭത്തിൽ നിന്നുള്ളത് കൊണ്ട് ഉപയോഗിച്ചതാണ്. അല്ലാണ്ട് അപ്പൊ ഞാൻ അത്രയും റീറ്റെയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീറ്റെയിലിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ സ്വന്തം ഉപയോഗിച്ച് നോക്കണം. ഇതിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളല്ല. നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ പറയാൻ യൂസ് ദ പ്രോഡക്റ്റ്, റെക്കമെൻഡ് ദ പ്രോഡക്റ്റ്. എന്റെ നടുക്ക് ഞാൻ വേറൊന്നും കൂടി, യൂസ് ദ പ്രോഡക്റ്റ്, ലവ് ദ പ്രോഡക്റ്റ്, റെക്കമെൻഡ് ദ പ്രോഡക്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനോടൊരു സ്നേഹം തോന്നും. ആ സ്നേഹത്തിലൂടെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കാത്ത പ്രോഡക്റ്റ് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ, ഞാൻ എന്റെ മുന്നിൽ ഒരു പേഷ്യന്റ് ഉണ്ട്, അപ്പൊ നല്ല പ്രോഡക്റ്റാ, നല്ല റിസൾട്ടാ, സൂപ്പർ റിസൾട്ടാന്ന് നമുക്ക് പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയുന്നത്, നീ ഇത് ഉപയോഗിച്ചില്ലാത്ത പ്രോഡക്റ്റ് എങ്ങനെയാണ് നല്ലത് എന്ന് പറയുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ വരും. അപ്പൊ എന്ത് ചെയ്യുന്നത്, നമ്മൾ തന്നെ നമ്മുടെ മുഖത്ത് ആ കോൺഫിഡൻസ് കുറയും, പറയുന്നതിന്റെ കോൺഫിഡൻസ് കുറയും. പലപ്പോഴും ഈ മേഖലയിൽ കടന്നു വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു സംശയം എന്താ വെച്ചാൽ ഇത് ഇന്റേണലി ഉപയോഗിക്കാം. നമ്മളെ ലീഡേഴ്സ് ഒക്കെ പറയുന്നത് റിജക്ട് ചെയ്ത് നമ്മള് പിന്നെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ എന്നുള്ള സംശയത്തിൽ ഒരുപാട് കാലം മറ്റുള്ള ഈ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കാത്ത ലീഡേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്, പലപ്പോഴായിട്ടും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഓരോ പ്രോഡക്റ്റും അതാത് രീതിയിൽ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ എല്ലാ തരത്തിലും റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ്. ലിവഗൈൻ സിറപ്പ്, ഞാൻ കുറച്ച് പ്രോഡക്റ്റിനെ പറ്റിയാണ് പറയുന്നത്, സമയക്കുറവുണ്ട്. ലിവഗൈൻ സിറപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലിവർ ഫംഗ്ഷനിങ് ക്ലിയർ ആക്കാനുള്ളതാണ്. അപ്പൊ ലിവർ ഫംഗ്ഷനിങ് ക്ലിയർ ആയിട്ടില്ല, എന്താ പ്രശ്നം? നമ്മളിപ്പോ ലിവർ ഫംഗ്ഷനിങ് ടെസ്റ്റ് LFT നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 80% ആൾക്കാർക്കും ഫാറ്റി ലിവർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ലിവറിനുണ്ടാവും. കാരണം ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എല്ലാ വിഷാംശങ്ങളും എല്ലാം അവിടെ എത്തുന്നത് ലിവറിലേക്കാണ് എത്തുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ലിവർ ഫംഗ്ഷനിങ് ക്ലിയർ ആവില്ല. ലിവർ ഫംഗ്ഷനിങ് ക്ലിയർ ആവാത്ത സമയത്തോ നമുക്ക് എന്തുണ്ടാവുന്ന ദഹനക്കുറവ് വരും. അതായത് ദഹിക്കാതെ തന്നെ മലത്തിലൂടെ പോകും. അങ്ങനെ അതുപോലെ തന്നെ ചില സമയത്ത് അമിതമായ വിശപ്പുണ്ടാവും, ചില സമയത്ത് വിശപ്പുണ്ടാവില്ല, ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളെ ലിവർ ഫംഗ്ഷനിങ്ങിൽ ക്ലിയർ ആവാത്തതുകൊണ്ട്, ഫംഗ്ഷൻ ക്ലിയർ ആവാത്തതുകൊണ്ട് അത് വയറിലാ പ്രശ്നം ഉണ്ടാവുക. നമ്മളെന്താ പോയി പറയാ ഡോക്ടറോട്? വയറ്റിൽ വല്ലാത്ത അസ്വസ്ഥത, സ്തംഭിപ്പ്, ഗ്യാസ്, പ്രശ്നങ്ങളൊക്കെ പറയും. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില ഡോക്ടർമാർ എന്ത് ചെയ്യും, അസിഡിറ്റിക്കുള്ള സാധനങ്ങൾ എഴുതി കൊടുക്കും. അതായത് എന്താണ്, റാബിപ്രസോൾ, അതുപോലെ തന്നെ എസോമിപ്രസോൾ, ഒമിപ്രസോള്, പാൻഡോപ്രസോൾ എന്ന് പറഞ്ഞ അലോപ്പതിയിൽ ഒരുപാട് ഗുളികകളുണ്ട്. ഈ ഒമിപ്രസോൾ, പാൻഡോപ്രസോൾ, റാബിപ്രസോൾ, എസോമിപ്രസോൾ എന്നുള്ള ടാബ്ലറ്റുകളൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ വയറിലേക്ക് ആസിഡ് പ്രൊഡ്യൂസിങ് കേന്ദ്രങ്ങളുണ്ട്, അത് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ ലിവർ ഫംഗ്ഷനിങ് ക്ലിയർ ആക്കുന്നില്ല, ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. നമ്മളെ ദഹനത്തിന് പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോ ആ സെന്ററുകളെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ആസിഡിന്റെ ഉൽപാദനം കുറയും. അപ്പൊ ഇത് കഴിച്ചിട്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല്, ഈ ഒമിപ്രസോൾ ഇതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം എന്ന് പറയും. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആസിഡ് ന്യൂട്രലൈസ് ചെയ്യണം, അതും കൂടി ഉദ്ദേശിച്ചാ. അപ്പൊ അങ്ങനെ സമയത്ത് എന്താ വെച്ചാൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറയുകയും ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ആസിഡിറ്റിയും പോച്ചിലും ഒക്കെ കുറഞ്ഞു തോന്നും. പക്ഷെ ഇവിടെ എന്താ, ലിവർ ഫംഗ്ഷനിങ് ക്ലിയർ ആകാത്തതുകൊണ്ട്, ഫാറ്റി ലിവർ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്. ആ ഗുളിക ഒമിപ്രസോൾ ഇതൊക്കെ എപ്പം നിർത്തുന്നു അന്നേരം വീണ്ടും വരും. അപ്പൊ എന്ത് ചെയ്യുന്ന, മെഡിക്കൽ ഷോപ്പിൽ പോകും, കെട്ടുള്ള ഗുളിക എന്ന് പറയും, അതൊരു 4 ദിവസം കഴിക്കും, നിൽക്കൂ, വീണ്ടും കഴിക്കും, നിൽക്കൂ, വീണ്ടും കഴിക്കും, നിൽക്കൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുമ്പോൾ അത് ശരീരത്തിൽ ഒരുപാട് ഭാഗങ്ങളിലൊക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഷുഗറിന്റെ ഗുളികകൾ. അപ്പൊ ഈ ഷുഗറിന്റെ ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കിഡ്നി പോകുന്ന ആൾക്കാർ അധികം നോക്കുകയാണെങ്കിൽ ഷുഗറിന്റെ ഗുളിക അധികമായിട്ട് കഴിച്ചാൽ അതിനൊരു പരിഹാരമാണ് നമ്മൾ കമ്പനി തരുന്ന ഡയാബലൈഫ്. ഡയാബലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യത എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. ഇപ്പോ ആ മാർക്കറ്റിംഗ് തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. കൊയിലാണ്ടിയിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പാണ്. കൊയിലാണ്ടി എന്നെ സംബന്ധിച്ച് കൊയിലാണ്ടിയിലുള്ള അറഫ, ഉദയ, KK സെൻട്രൽ, ആശ്രയ എന്ന് വേണ്ട എല്ലാ മെഡിക്കൽ ഷോപ്പിലും സാധനം ഉണ്ട് കേട്ടോ. എന്റെ അസോസിയേറ്റ്സാ. അതുപോലെ തന്നെ കോഴിക്കോട് ഫാത്തിമ ഫാർമ, പൾസ് മെഡിക്കൽസ്, ന്യൂ മെഡിക്കൽസ്, അങ്ങനെ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകളുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പ് കൊയിലാണ്ടിയിലെ ഒരു മെഡിക്കൽ ഷോപ്പ് ഇത് സ്വീകരിച്ചിട്ടില്ലായിരുന്നു, ഈ പ്രോഡക്റ്റ് ഒന്നും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നാണ് ധൈര്യമായിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്ത് അവസാനം ഒരാൾ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാല്, മോനെ ഞാൻ ഈ പേസ്റ്റ്, ഹെർബൽ പേസ്റ്റിന് 20 ഷോപ്പ് പോയി എന്നാ തുടക്കത്തിൽ പറഞ്ഞു. കാരണം ആരും ഇത് സ്വീകരിച്ചില്ല, ഞാൻ മാത്രം. അപ്പൊ എന്റെ അടുത്ത് മാത്രം വന്നു. ഞാൻ വിചാരിച്ച് സ്വീകരിക്കണ്ട, കാരണം ഈ പാക്കറ്റും കൊണ്ട് എന്റെ അടുത്ത് എത്തും ഒരു സ്ഥലത്തും ഇല്ലെങ്കിൽ. പിന്നെ എന്ത് ചെയ്യുന്ന ഞാൻ വേണ്ട എന്ന് പറഞ്ഞ മെഡിക്കൽ ഷോപ്പുകാരാണ്. അപ്പൊ ഈ പാക്കറ്റും കൊണ്ടുവന്ന ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഏത് നോവേദന ജെല്ല്, ഈ പറഞ്ഞ പിന്നെ ഭൃംഗരാജ ഹെയർ ഓയിൽ, ഇങ്ങനെ പ്രോഡക്റ്റും കൊണ്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഇതാ ഞങ്ങൾക്കും വേണം കേട്ടോ, എന്തായാലും ചെയ്യേണ്ടത്. അങ്ങനെ കൊയിലാണ്ടിയുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പ്, അതിലിപ്പം പ്രധാനമായിട്ട് ഒരു ദിവസം നമ്മളെ അസോസിയേറ്റിന്റെ ഒരു മെഡിക്കൽ ഷോപ്പില് 2 അറബികളെ വന്നു, ബഹ്റിനിലുള്ള ആൾക്കാരാ. അപ്പൊ ഇവരെന്താ വെച്ചാൽ മൊബൈൽ കാണിച്ചു കൊടുത്ത് ഫോട്ടോ എന്താണെന്നറിയോ, ഡയാബലൈഫിന്റെ. അപ്പൊ ഡയാബലൈഫ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നത്, 2 ഡയാബലൈഫ് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തതിന് ശേഷം എന്നോട് ഡയാബലൈഫിന് വേണമെന്ന് പറഞ്ഞാൽ ഞാനത് എന്ത് ചെയ്യുന്ന സമയത്തിന് കൊണ്ടുകൊടുത്ത് ആ ഡയാബലൈഫ് കൊടുത്ത് ആർക്കാന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു അടുത്ത ദിവസം എന്നോട് പറഞ്ഞു അത് എത്തിച്ചു കൊടുത്തോട്ടോ. ഞാൻ ചോദിച്ചു അത് ആർക്ക്? അതൊരു വിദേശിക്കായിരുന്നു. അവര് പോയോ? അപ്പൊ എന്നോട് ഇല്ല പോയിട്ടില്ല, അവർ കൊയിലാണ്ടിയിൽ ഒരു ഹോട്ടലിൽ തങ്ങിയിട്ടുണ്ട്, 2 ദിവസം അവിടെ ഉണ്ടാവുന്നത്. ഞാൻ ആ ഹോട്ടലിന്റെ നമ്പർ, അതാണ് നമ്മൾ നോക്കണ്ടേ. ആ ഒരു മെഡിക്കൽ ഷോപ്പിനെ സംബന്ധിച്ച് റീറ്റെയിലിംഗ് അറിയില്ല. കാരണം അദ്ദേഹം ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ബാക്കിയുള്ള പ്രോഡക്റ്റ് പറഞ്ഞാൽ വാങ്ങും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ആ ഹോട്ടലിലെ നമ്പർ തപ്പി പിടിച്ച് വിളിച്ച് അവിടെ ഞാൻ പറഞ്ഞു, ഒരു അറബി 2 താമസിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ. അവർ പോയോ? ഇല്ല, നാളെ പോകുന്നു. ഞാൻ അവരോട് അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ പോയി കംപ്ലീറ്റ് ഈ പ്രോഡക്റ്റുകളെ പറ്റി അല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഐ ഓൾറെഡി പർച്ചേസ് ദാറ്റ് പ്രോഡക്റ്റ്, 2 ബോക്സസ് ഐ ഓൾറെഡി പർച്ചേസ്. ഞാൻ പറഞ്ഞ അതല്ല, ഇതിൽ ഒരുപാട് പ്രോഡക്റ്റ്, സോ മെനി അതർ പ്രോഡക്ട്സ് ആർ ദർ, ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ദീസ് പ്രോഡക്റ്റ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ ക്യാൻ. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഓൾറെഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അവസാനം അയാള് 2 ശക്തിമാൻ ഫാമിലിയിലേക്ക് വേണ്ടിയിട്ടാണ്. ഭൃംഗരാജ ഹെയർ ഓയിൽ 95, ഇത്രയും പ്രോഡക്റ്റുകൾ അയാൾ എന്ത് ചെയ്ത് വാങ്ങി എന്നോട്. ഏകദേശം ഒരു 12,500 രൂപന്റെ പ്രോഡക്റ്റ് അയാളോ അവിടെ 2 ബോക്സ് ഡയാബലൈഫ് കൊടുത്ത് വിട്ട്. ഏത്? പക്ഷെ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് 12,500 കൊണ്ട് കച്ചവടം പോയി, എനിക്കത് കിട്ടി. അപ്പൊ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു പ്രോഡക്റ്റിൽ ഒതുക്കരുത്. കാരണം അവർക്ക് ആവശ്യമുള്ള, അവരുടെ ഫാമിലിയിൽ ആവശ്യമുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞു തീർക്കാനാവില്ല. ഇപ്പൊ അടുത്ത ദിവസം വന്നൊരു പ്രോഡക്റ്റ് എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണത്. വളരെയധികം ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. അതായത് ഞാൻ അന്ന് സാധാരണ നേരത്തെ പോവും, അന്ന് ഒരു ദിവസം പിന്നെ വൈകിപ്പോയി, 11 മണിയാകാം. അപ്പോ ഞാൻ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് കാറിൽ വന്ന് അവിടെ ചവിട്ടി. അപ്പോ ഞാൻ കയറി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വൈകിപ്പോയി എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് അത് എൻ്റെ അമ്മയ്ക്കൊരു പൊള്ളലേറ്റ്, അപ്പൊ ഞാൻ ഡോക്ടറെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാണ്, അങ്ങനെ കാണിച്ചു പോകുമ്പോൾ വൈകിപ്പോയതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ, എൻ്റെ അടുത്ത് നല്ല ഓയിൻമെന്റ് ഉണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞ ഞാൻ കാണിച്ച ചേട്ടാ മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോ ഏതായാലും അത് ഉപയോഗിച്ച് നോക്കുന്നത്. ഞാൻ പറഞ്ഞ അത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സിൽവർ സൾഫർ ഡയാസിനാണ്, സിൽവറാക്സ് എന്നുള്ള പേരിൽ പല ഗുണ്ട് കമ്പനീന്റെ പേരിൽ പൊള്ളിയാൽ ഉപയോഗിക്കാൻ എഴുതുന്ന ഡോക്ടേഴ്സ് കോമൺ ആയിട്ട് എഴുതുന്നതാണ്. സൾഫ ചിലർക്ക് അലർജി ഉണ്ടാവും, അത് രക്തത്തിലേക്ക് കലരും, നല്ല സാധനമൊന്നും അല്ല. നമ്മളൊരു മുറിവിൽ ഉണങ്ങുന്നുണ്ടെങ്കിൽ അത് രക്തത്തിലേക്ക് കടന്നിട്ടാണ് അത് ഉണങ്ങുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ അത് പിന്നെ മതി, ഇപ്പം വേണ്ട, ഞാനത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അരക്കെട്ടിന്റെ ആ ഭാഗത്ത് പൊള്ളിയത്? സാധാരണ കൈക്കും ഇതിനൊക്കെ അല്ലേ പൊള്ളാൻ എന്നുള്ള സാധ്യത, അരക്കെട്ടിന്റെ അടുത്ത് പൊള്ളിയെന്ന്. അപ്പൊ എന്നോട് പറയുന്നത് ഇയാളുടെ മകൻ ഒരു 10 വയസ്സൊക്കെ ഉണ്ടാവും,
വീട്ടില് എന്തോ ഒരു ബോക്സോ എന്തോ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട്. അപ്പോ അമ്മമ്മ പറഞ്ഞ് 2-3 ബോക്സൊന്നും ഇവിടെ ഇല്ലേ, ഇനി എന്തിനാണ് വീണ്ടും ഈ ബോക്സുകളൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. ഈ കുട്ടി എന്ത് ചെയ്തെന്ന് പറഞ്ഞാല്, കിച്ചണിലാണ് സംസാരം, അവിടെയുള്ള ഒരു കത്തി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി അമ്മമ്മേന്റെ അരക്കെട്ടിനെ വെച്ചു കൊടുത്തു. പൊള്ളിയതെങ്ങനെയാ? അപ്പോ ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഈ ഒരു അക്രമവാസം, അതായത് നമ്മളെ ഇന്നത്തെ സമൂഹം മുഴുവൻ നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതൊക്കെ ഒരു തലമുറ മുഴുവൻ എന്താണ്, ക്രിമിനൽ സ്വഭാവമുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഇതിൽ വിഷയം? പൂച്ചക്ക് എന്താ പൊന്നുരുക്കുന്നിടത്തിൽ കാര്യം എന്നുള്ളതല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ഉണ്ട്. അതായത് നമ്മളെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണാലിറ്റി ആയുള്ള ഡെവലപ്മെന്റ് ആണ് കൂടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയം എന്നെ വല്ലാതെ അത് സ്വാധീനിച്ചു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പൊള്ളലാണ് ഉണ്ടായത്. പക്ഷെ അതിലുപരിയായിട്ട് ഈ പ്രോഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞതിലെ ഈ പൊള്ളിയ ഭാഗം ഫോട്ടോ എടുത്തിട്ട് എന്റെ വാട്സപ്പിൽ വിട്ട് തന്നിട്ട് ഇയാൾ പറഞ്ഞു, അഞ്ചേട്ടാ ഉണങ്ങുന്നില്ല തീരെ. കാരണം എന്താ വെച്ചാൽ പഴുത്ത് വരിക ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ സിൽവർ സൾഫിയാണല്ലോ ഓയിൻമെന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തന്നു. ഞാൻ പറഞ്ഞ അതേ ഓയിൻമെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു നല്ല ഓയിൻമെന്റ് ഉണ്ട്, വൂണ്ട് ഹീലിംഗ് ആണ്, അത് ഉപയോഗിച്ചു തന്നെ ഞാൻ വൂണ്ട് ഹീലിംഗ് കൊടുത്ത്. അങ്ങനെ വിളിച്ചു നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ പലപ്പോഴായിട്ട് മറന്നുപോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇയാളെന്ത് വിളിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിച്ചു എങ്ങനെയുണ്ട്. അത് 3 ദിവസം കൊണ്ട് ഉണങ്ങിയെന്ന്. നോക്കണോ, നമ്മളെ പ്രോഡക്റ്റ് 2-3 ഗുളികയും ഓയിൻമെന്റ് ഒക്കെ അലോപ്പതി പിന്നെ PHC ചെയ്ത് കൊടുത്തിട്ട് അത് പഴുത്ത് വന്നു. നമ്മളെ വൂണ്ട് ഹീലിംഗ് കൊടുത്തപ്പോ 3 ദിവസം തേക്കുമ്പോൾക്ക് ഉടങ്ങിയെന്നാ പറഞ്ഞ. പക്ഷെ അയാൾ വിളിച്ചെന്തിനാ, എന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി കാണുന്നുണ്ട്, അവർക്ക് ഒരു ഓയിൻമെന്റ് വേണമെന്ന് പറയാനാണ് വിളിച്ചത്. അപ്പൊ നോക്കണം, നമ്മളെ പ്രോഡക്റ്റിന്റെ ആ ഒരു അയാള് ഇനി ഞാൻ പോയ ഉറപ്പാണ്, എനിക്കൊന്നും സമയം കിട്ടിയില്ല. അയാൾ ഈ ബിസിനസ് ഏറ്റെടുക്കും, അയാൾക്ക് ഈ മാർക്കറ്റിംഗ് ഇതൊക്കെ അറിയാം. പക്ഷെ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് ഓരോ ബിസിനസ് ഏറ്റെടുക്കുന്നത്. ഇനി ഈ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് എന്താ പറയുക, നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് മെഡിക്കൽ ഷോപ്പിൽ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അത് സുഖമായാലും എന്തെങ്കിലും ചില ആൾക്കാർ ചോദിക്കും ഇതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ചോദിക്കുന്ന ചോദ്യം ഇതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാൻ പ്രശ്നം സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്തല്ലേ. ഇത് ഡോക്ടർ എഴുതിയ ഡോക്ടറാണ്, നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് തന്നെയാണെങ്കിൽ അതിന് എന്ത് പ്രശ്നം വന്നാലും ഉത്തരവാദി ആരാ? അതിന് മറുപടി പറയേണ്ടത് ഡോക്ടറാണ്. മാറിപ്പോയാൽ മാത്രമേ നമുക്ക് ഫാർമസിസ്റ്റൊക്കെ അതിന്റെ ഉത്തരവാദിത്വം ഉള്ളൂ. അതുപോലെ ഉത്തരവാദിത്തം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോ നമ്മൾ ഇതിനാ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പ്രോഡക്റ്റിന് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. കഴിച്ചു പോയാൽ പ്രശ്നമില്ല, ഇല്ലെങ്കിലും കഴിക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. ഇൽനെസ് എന്ന് പറഞ്ഞാൽ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന്, വെൽനെസ് എന്ന് പറഞ്ഞാൽ അസുഖം ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഡോക്ടർ DBA നാരായണ സാർ ഉണ്ടാക്കിയത് വെൽനെസ് പ്രോഡക്റ്റാ. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിന് അസുഖം മാറുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ അസുഖം വരാതിരിക്കാൻ കഴിച്ച പക്ഷെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അസുഖം മാറുന്നുണ്ട് ഇതിനെ കൊണ്ടത്. അസുഖം മാറും, ഓപ്പറേഷൻ പറഞ്ഞ കേസ് പോലും മാറും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, വൂണ്ട് ഹീലിംഗിന്റെ റിസൾട്ടാണ് അദ്ദേഹം വന്നത്. അതായത് ഞങ്ങൾ സ്റ്റോക്കിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ഏത് മെഡിക്കൽസിന്റെ. അപ്പൊ അതിൽ ഒരു ദിവസം ഒരു വൂണ്ട് ഹീലിംഗ് അവിടെ കിട്ടും ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോ ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ വൂണ്ട് ഹീലിംഗ് 2 വേണ്ടു. പക്ഷെ ഞാൻ ഇയാളെ വിളിച്ച്, യാസർ അറഫാത്ത് എന്ന പേര്, ഞാൻ ഇയാളെ വിളിച്ച് ഞാൻ പറഞ്ഞു വൂണ്ട് ഹീലിംഗ് 3 വേണോ? 2 മതി. അപ്പൊ ഞാൻ അയാൾക്ക് കൊടുക്കാതെ അന്നത്തെ 120 DPക്ക് എല്ലാം കൊടുക്കണ്ടേ, അതിൽ കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഈ കൊയിലാണ്ടി നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന 66 റുപ്യ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ്സിന് പൈസ എന്റെ സമയം പോക്കല്ലേ. സ്വാഭാവികമായിട്ട് ആൾക്കാരെന്താ ചിന്തിക്കുക, എന്തിനാ ഇത് എന്റെ കയ്യിൽ നിന്ന് ബസ്സിന് പൈസ ചെലവാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഇതെന്താ കിട്ടാൻ. എന്റെ മനസ്സ് പറഞ്ഞെന്താ വെച്ചാൽ, അന്നേരം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഷോപ്പാണത്, പിടിച്ചോളൂ എന്നാ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ കയ്യിൽ നിന്ന് ബസ്സിന് പൈസയും ചെലവാക്കി അവിടെ പോയി 2 വൂണ്ട് ഹീലിംഗ് കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ഇദ്ദേഹം നിരന്തരം വിളിച്ചു. അപ്പൊ അത് ചെലവായിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ബിസിനസ് അവസരം ഉണ്ടെന്ന്. അങ്ങനെ നളന്തയില് ഇയാൾ വിളിച്ചു. ഇയാൾ വരുന്ന സമയത്ത് ചിരിക്കുന്നൊന്നുമില്ല, ഇരുത്തി ഫുള്ള് നളന്തയിലെ പ്രോഗ്രാം ഒക്കെ കേട്ട് ലാസ്റ്റ് ഞാൻ ചോദിച്ചല്ല എന്ത് പറയുന്നു, ഞാൻ പറയാന്നാണ് പോയി. പിന്നെ വിളിക്കും, ചെയ്യാന്ന് പറഞ്ഞ് അവസാനം എന്താ നിരന്തരം വിളിച്ച് വീണ്ടും ഒരു പ്ലാൻ കൊടുത്ത് അയാൾ ജോയിൻ ചെയ്ത് ഇന്ന് അയാള് നമ്മുടെ കമ്പനീന്റെ
ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ റാങ്കിലാണ്. അത് മാത്രമല്ല അയാൾ എന്നെ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോ അത് നമ്മൾ കമ്പനീന്റെ, അതായത് ഇത് ആരെ പ്രോഡക്റ്റാ? ഈ യാസിർ അറഫാത്ത് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് വൂണ്ടീലിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് യാസിർ അറഫാത്ത്. കാരണം ഒരു വൂണ്ടീലിംഗ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്രയാ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ റാങ്കിൽ, അതായത് ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് എനിക്ക് കിട്ടിയത്. ആ വൂണ്ടീലിംഗിന്റെ റിസൾട്ട്. വൂണ്ടീലിംഗിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും, ഞാൻ തുടക്കത്തിൽ എൻ്റെ അടുത്ത് ഒരുപാട് പ്രോഡക്റ്റുള്ള സമയത്ത് ഒരു വിഷുവിന് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് പിന്നെ പടക്കം പൊട്ടിച്ച്, അപ്പൊ കുട്ടികൾക്കുണ്ടല്ലോ തീർന്നു കഴിഞ്ഞാലും വീണ്ടും എടുത്ത് പൊട്ടിക്കല്, കത്താത്തൊക്കെ. അങ്ങനെ കത്താത്ത പൊട്ടിച്ച സമയത്ത് പൊട്ടാത്തൊരു സാധനം കയ്യിൽ നിന്ന് പൊട്ടി, നമ്മളെ പെൻസിൽ എന്ന് പറഞ്ഞ സാധനം. ഇതെന്റെ മകളുടെ കയ്യിൽ നിന്നാണ് പൊട്ടുന്നത്. എന്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നത്, രാത്രി ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൊള്ളി ആകെ പറഞ്ഞ കയ്യ ഒട്ടാകെ പൊള്ളി. ഞാൻ അതെല്ലാം കൂടി കഴുകി തുടച്ച് റെഡിയാക്കി ഫുള്ള് വൂണ്ടിയിലിങ് തേച്ച് 12 ദിവസം കൊണ്ട് കല പോലും, എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട്, 12 ദിവസം കൊണ്ട് കല പോലും ഇല്ലാതെ ഒന്ന് മാറിപ്പോയി, വെറും 12 ദിവസം കൊണ്ട്. അപ്പൊ അന്ന് തേച്ചു കൊടുക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ പുള്ളി എന്നോട് പറയാ, ഇത് ഇനി ആയതുകൊണ്ടല്ലേ, ഇത് വേറൊരാളാണെങ്കിൽ എടുത്ത് ഹോസ്പിറ്റലിൽ ഓടണ്ടേന്ന്. ഞാൻ പറഞ്ഞു, ഞാനായതുകൊണ്ടല്ല, ഈ വൂണ്ടീലിംഗ് ഇവിടെ ഉള്ളതുകൊണ്ടാ. ഞാനായിട്ട് എന്ത് കാര്യ? ഈ വൂണ്ടീലിംഗ് എന്ന പ്രോഡക്റ്റ്, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. അത് ഒരുപാട് നമ്മളെ ലീഡേഴ്സ് ലാപ്ടോപ്പിലാക്കിയിട്ട് അത് പ്രോഡക്റ്റ് റിസൾട്ടായി കാണിച്ചുകൊണ്ട് റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ റിസൾട്ട് മാത്രം മതി നമുക്ക് ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി നമുക്ക് വേറൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ എനിക്ക് എന്നെ ത്രസിപ്പിച്ച ഒരു റിസൾട്ടാണ് ഏതെന്ന് പറയാം, ഈ അതായത് മെഡിക്കൽ കോളേജ്, മിംസ്, ഇക്ര, ഇത് 3 ഹോസ്പിറ്റലും കാണിച്ച്, വേറൊരു സ്വകാര്യ ഹോസ്പിറ്റലും കാണിച്ച്, ഒരു ദിവസം യാസിർ സാർ എന്നെ വിളിച്ചിട്ടുണ്ട്, സാറേ വലിയൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്, സാർ എന്തായാലും വന്നൊന്ന് കാണണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എവിടുന്ന? നമുക്ക് ശിവശങ്കർ സാറിന്റെ ഷോപ്പിലിരിക്കാൻ അവിടെ സൗകര്യം ഉണ്ടെന്ന്. അങ്ങനെ ഇവര് വന്ന് നോക്കുമ്പോ എന്താ വെച്ചാൽ, കാലിന്റെ ഈ മസിലിന്റെ ആ ഭാഗത്ത് ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ, ഒരു വിരലിന്റെ ഒരു കാൽഭാഗം ചെറിയ ഇത് പോകുന്ന ഇതിലുള്ള തുളയാണുള്ളത്. അത് മാത്രല്ല പഴുത്തിട്ട് കംപ്ലീറ്റ് ചുവന്ന് കിടക്കുന്നു. ഞാൻ തന്നെ ഒന്ന് ഉള്ളുകൊണ്ടൊന്ന് പേടിച്ച്, കാരണം ഇതിപ്പോ ഉണങ്ങി കിട്ടുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഞാൻ ഫുൾ കോൺഫിഡൻസ് കൊടുത്തു. ഞാൻ ആദ്യം തന്നെ ചോദിച്ചെന്താ വെച്ചാൽ, ഇത് നിങ്ങൾ ഇത്രയും ഹോസ്പിറ്റലിൽ കാണിച്ചു, എന്ത് പറഞ്ഞു? കാലിന് ഓപ്പറേഷൻ ചെയ്യണം എന്നാ പറഞ്ഞത്. ഈ 3 ഹോസ്പിറ്റലും പറഞ്ഞു. ആ 3 ഹോസ്പിറ്റലും, ഇക്ര, മെഡിക്കൽ കോളേജ്, മിംസ്, ഈ 3 ഹോസ്പിറ്റലിന് ഓപ്പറേഷനാ പറഞ്ഞു. സാറേ ഒന്ന് മാറ്റിത്തരുമോ, ഒന്ന് മാറ്റിത്തരുമോ എന്ന് ഇങ്ങനെ ഒരു നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ പറഞ്ഞ്, നമ്മൾ ഇങ്ങനത്തെ കേസൊക്കെ നിങ്ങൾ കഴിച്ചു നോക്കുന്ന ഡോക്ടർ പറയുക, മാറുന്ന എനിക്ക് ഉറപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്, കഴിക്കും നിങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് വൂണ്ട് ഹീലിങ്, ഡെയിലി ഡിറ്റോസ്, വെൽ ഹാർട്ട്, ബ്ലഡ് പ്യൂരിഫയർ, ഇത്രയും കൊടുത്ത് ഞാൻ പ്രിസ്ക്രിപ്ഷൻ നോക്കുന്ന സമയത്ത് 3 ഹോസ്പിറ്റലും 3 തരം ആന്റിബയോട്ടിക് കൊടുത്തിന്. അപ്പൊ എന്താ വെച്ചാൽ കാര്യമായിട്ട് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഈ 3 ആന്റിബയോട്ടിക് കൊടുത്തിട്ടും പിന്നെ ഓപ്പറേഷൻ പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി വിളിച്ചു, നിരന്തരം 3-4 ദിവസമായി വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അധികമായോ? ഇല്ല. കുറവുണ്ടോ? ആ ചെറിയ കുറവുണ്ട്. അങ്ങനെ ആയി തിരക്കിനിടയ്ക്ക് എനിക്ക് വിളിക്കാനും പറ്റുന്ന, അങ്ങനെ പിന്നെ പിന്നെ വിളിച്ചാൽ ഇവര് ഫോൺ എടുക്കൂല. അന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, പൈസ ഇല്ലാത്തതുകൊണ്ട് 10-200 രൂപ കുറവുള്ളതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളി, പിന്നെ വാങ്ങും തന്നോളി എന്ന് പറഞ്ഞ് കൊടുത്തതാ. അങ്ങനെ പിന്നെ ഒരു വിവരവും ഇല്ല. നമുക്ക് അത് ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ ആസറിന് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് നല്ല പ്രോഡക്റ്റ് ഉണ്ടെന്നല്ലോ, എനിക്ക് നിങ്ങളെ പ്രശ്നം എന്താ? എനിക്ക് വയറിന് കുറച്ച് ഫാറ്റ് കൂടുതലാണ്, അപ്പോ അതിനുള്ള പ്രോഡക്റ്റ് ഉണ്ടോ എന്ന്. അപ്പൊ ഈ ആസർ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് നമ്പർ കിട്ടിയന്റെ? കാരണം നിങ്ങൾ പ്രോഡക്റ്റ് നിന്ന് അറിയണേ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടണല്ലോ എന്ന്. അത് ഒരാൾ തന്നാണ്. അല്ല എന്നാലും അത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്പർ തന്നെ പറയരുതെന്ന് പറഞ്ഞു. എന്നാലും പറയുങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വിളിച്ചൊന്നും ചോദിക്കലാന്ന്. അന്നേരം പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ കൊടുത്ത പ്രോഡക്റ്റ് ഒരു ഓപ്പറേഷൻ പറഞ്ഞ കേസ് 1 മാസം കൊണ്ട് മാറിപ്പോയി. അത് എന്റെ ഭാര്യയുടെ അനിയത്തിയാണ്, അവര് പറഞ്ഞതാണ് നല്ല പ്രോഡക്റ്റ് ആണ്, അവരെടുത്ത് നിങ്ങൾ വാങ്ങി. പക്ഷെ ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ എന്താ വെച്ചാൽ 200 രൂപ തരാനുണ്ട്, വിളിക്കാണെന്നാണ് അവർ വിചാരിച്ച്. അവർ 200 രൂപ കിട്ടാൻ വേണ്ടി വിളിക്കുക. ഞങ്ങളോ ഇത് ഇത്രയും വലിയൊരു കേസല്ലേ, അപ്പൊ അത് മാറിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് തെറ്റിദ്ധാരണയാണ്. അപ്പൊ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, റിസൾട്ട് പക്ഷെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളതുകൊണ്ട് ആ റിസൾട്ട് നമ്മുടെ അടുത്ത് വന്നു. ആ പ്രോഡക്റ്റിന് അവിടെയാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണത്.
അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ സമയം 7 മണിയായി. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ആളെ കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല. നമ്മളെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ആവശ്യം, ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാന് കോവിഡിന്റെ സമയത്ത്, കോവിഡ് അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ബസ്സിലിരിക്കുക. അപ്പൊ എന്റെ സൈഡിൽ ഒരാളുണ്ട്. അപ്പൊ അന്നൊക്കെ എന്താ വെച്ചാൽ ബസ്സിലിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒന്ന് മുഖത്ത് നോക്കി കിട്ടാൻ കളിക്കും നമ്മള്, ഒന്ന് തിരിഞ്ഞു നോക്കുക. പക്ഷെ ഇയാൾ ഒരു തരത്തിൽ നോക്കുന്നൊന്നുമില്ല. അപ്പോ എന്നോട് അയാൾ പക്ഷെ ഒരു കാര്യം ചോദിച്ചു, ഈ ഇറങ്ങാനുള്ള സ്ഥലത്തിനെ പറ്റി ചോദിച്ചു. അപ്പൊ സ്ഥലം അയാൾ റോങ് ആയിട്ടാ പറഞ്ഞു, അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലമല്ല പറഞ്ഞു, വേറെ തെറ്റിദ്ധാരണയിൽ വേറൊരു സ്ഥലത്തിന്റെ പേരാ പറഞ്ഞു. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ എനിക്ക് കണക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്താ കോവിഡിന്റെ പ്രശ്നമല്ലേ ഇപ്പൊ എല്ലടെ, ഭയങ്കര. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഒരു പേടിയൊന്നുമില്ല, കാരണം നമ്മുടെ അടുത്ത് അതിന്റെ പ്രോഡക്റ്റ്. അപ്പൊ അയാൾ അതിനെ പറ്റി പറഞ്ഞു അവസാനം എനിക്ക് സെയിലിനൊന്നും നടക്കൂല, ഞാൻ ഇതാണ് കടലിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷയം ഈ വയറ്റിലെ പ്രശ്നം. നമ്മൾ ഇത് നമ്മളടുത്ത് വയറ്റ് ഗ്യാസിന്റെ പ്രശ്നമായ അസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ, അതിൽ നമുക്ക് അവിടെ നല്ല പ്രോഡക്റ്റ് ഉണ്ട്. എനിക്ക് കുറെ കാലമായി ഞാൻ കഴിക്കുന്നത്. ഞാൻ നിങ്ങൾ ഒപ്രസോളാണോ കഴിക്കുന്നത്? അതിനൊക്കെ കെട്ടുള്ള ഗുളിയായി. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മളൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ട്, അതുകൊണ്ട് വേഗം വിസിറ്റിംഗ് കാർഡ് ഉണ്ട്, അതെടുത്ത് കൊടുത്ത് നിങ്ങൾ വിളിക്കുന്ന പറഞ്ഞ്. അങ്ങനെ 2ാമത്തെ ദിവസം ഉണ്ട് അയാൾ വിളിക്കുന്നു, എനിക്ക് ആ സിറപ്പ് വേണമെന്ന്. അങ്ങനെ സിറപ്പ് വന്ന്. അപ്പൊ ഞാൻ ഈ കാറില് ഡിക്കിയിലുണ്ടാവും. നമ്മളെപ്പം പറയില്ല നമ്മളൊരു ഷോപ്പാണ് കാർ എന്നുള്ളത്. അപ്പൊ കാറിന്റെ ഡിക്കിയില് ബോക്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാൻ അയാളോട് വരാൻ പറഞ്ഞ് അങ്ങനെ കാറിന്റെ ഡിക്കി തുറന്നപ്പോ പെട്ടെന്ന് ഇയാൾ കണ്ടിട്ടുണ്ട്, ഇതൊരു ഷോപ്പ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. എന്റെ ഷോപ്പാണിത്, ഇത് മെഡിക്കൽ ഷോപ്പാണ്. അങ്ങനെ ലിവേഗൻ സിറപ്പ് കൊണ്ടുപോയി ഒരു 2 ബോട്ടിൽ കഴിക്കുമ്പോഴേക്കാരും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റെനിക്കൊരു ക്ഷീണവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ക്യാപ്സൂൾ കഴിക്കും, ഇപ്പൊ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചോളി. വീണ്ടും അയാൾ എടുക്കാൻ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന ഇമ്മ്യൂണോ3 പ്ലസ് ക്യാപ്സ്യൂൾ എടുത്തു. നമ്മൾ ഇത് നിങ്ങൾ വളരെ കാലമായല്ലോ ഈ ഇത് കഴിക്കുന്ന അലോപ്പതി മെഡിസിൻ. അപ്പോൾ ഇമ്മ്യൂണോ3 പ്ലസ് ക്യാപ്സ്യൂളും കൂടി കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ശോധന കിട്ടും, പൈൽസിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അത് മാത്രമല്ല, അയാൾ കണ്ണടയിട്ട വ്യക്തി, അതായത് എടുത്ത് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിക്കും. ഓപ്പറേഷൻ പറഞ്ഞ കേസൊക്കെ മാറിയിട്ടുണ്ട്. KCG നേർന്ന നമ്മളെ ടീമിലുള്ള ഒരാൾക്ക് ഓപ്പറേഷൻ പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇമ്മ്യൂണോ3 പ്ലസ് ഇത് കൂടെ കഴിച്ചോളിയുന്നുണ്ട്. അങ്ങനെ ഇന്നാ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതും വാങ്ങിക്കൊണ്ട് ഇപ്പൊ എന്റെ സ്ഥിരം കസ്റ്റമറാണ്, കുറെ ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ തയ്യാറാവുക എന്നുള്ളത്. അപ്പോൾ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുക, സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഞാനീ പറഞ്ഞത്, അതായത് സ്വീകാര്യത ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും, ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞ് അവരൊന്നും സ്വീകരിച്ചില്ല എന്ന്. ഇപ്പൊ ഞാൻ തുടക്കത്തില് ശരിക്കും ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു വ്യക്തിയല്ല എന്റെ അനുഭവം വെച്ചിട്ട്. ഞാൻ 2 സംഘത്തിലുണ്ട്, നമുക്ക് 2 സംഘമുണ്ട്. ആ സംഘത്തിൽ 20 ആളെ വിളിച്ച് ഞാൻ പ്ലാന് പറഞ്ഞിട്ട് ഒരൊറ്റ ആളും ജോയിൻ ചെയ്യില്ല. 2ാമത് വീണ്ടും 20 ആളെ പ്ലാന് പറഞ്ഞിട്ട് ഒറ്റ ആളും ജോയിൻ ചെയ്തില്ല. എന്റെ ഒറ്റ സുഹൃത്ത് പോലും ജോയിൻ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാമല്ലോ, 40 ആളോട് പറഞ്ഞ് 40 ആളും ജോയിൻ ചെയ്തില്ല, പിന്നെ എനിക്ക് ഇത് നടക്കില്ല എന്ന് അറിയാലോ. പക്ഷെ ഞാൻ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയോണ്ട് ഞാൻ വിട്ടില്ല. നമ്മൾ ഈ പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിന് നമുക്ക് 4 തരം കസ്റ്റമേഴ്സിനെ നമുക്ക് 4 തരമായിട്ട് തിരിക്കാം. ഒന്ന് ചീപ്പ് കസ്റ്റമർ, ഒന്ന് ഡിഫിക്കൽട്ട് കസ്റ്റമർ, ഒന്ന് ഇമോഷണൽ കസ്റ്റമർ, ഒന്ന് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. ചീപ്പ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 രൂപയോടെ കുറച്ച് കിട്ടും നോക്കുന്ന അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഇപ്പം വിലേനെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് അയ്യോ ഇത് ഭയങ്കര പൈസ കൊണ്ട് പോകും. പിന്നെയൊന്നോ ഡിഫിക്കൽട്ട് കസ്റ്റമർ, ഇവർ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞവര് അമ്മ അത് മാറുമോ, അതിന് ഗുണമുണ്ടോ, ഇവർ 100 ചോദ്യങ്ങൾ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ട് പോകും. ഇനി ചിലപ്പോൾ വാങ്ങിയില്ല എന്ന് വരും, അതിന് കുറ്റം പറഞ്ഞു പോകും. അതാണ് ഡിഫിക്കൽട്ട് കസ്റ്റമർ. എമോഷണൽ കസ്റ്റമർ, അതായത് അവർക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി കേട്ടറിവും അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിനെ പറ്റി അറിവുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അത് നമുക്ക് അതിനെപ്പറ്റി ഒരു ആവേശമുള്ള ടൈപ്പ് ആൾക്കാരുണ്ടാവും. പിന്നെ ഒന്ന് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ല, ഈ MLM മേഖലയെ പറ്റി അതുപോലെ വെൽനെസ്സിനെ പറ്റി ആയുഷിനെ പറ്റി ഇതൊക്കെ അറിയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ എത്തിപ്പെടുന്നത് ഈ ചീപ്പ് കസ്റ്റമർ എടുത്തും ഡിഫിക്കൽട്ട് കസ്റ്റമർ എടുത്താ. അപ്പൊ എന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞ മാതിരി സെയിൽ ആവില്ല, ആളെ കിട്ടിയുള്ള പ്രശ്നങ്ങൾ നമ്മള് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്കത് പഠിച്ച് ഒരാളെ പറ്റി ആ എമോഷണൽ കസ്റ്റമർ ആണോ എങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ ആണോ എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകുമ്പോൾ നമുക്ക് ആളെ കിട്ടും. പലപ്പോഴും എന്താ വെച്ചാൽ ഈ മേഖലയെ പറ്റി
മനസ്സിലാവാതെ പഠിക്കാതെ നമ്മളൊന്ന് വിലയിരുത്താതെ പോകുന്നതുകൊണ്ടാണ് ഞാനൊരു പ്ലാന് കൊടുക്കാൻ പോകുമ്പോൾ എന്റെ അസോസിയേറ്റ് വിളിച്ച കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വാങ്ങും. ഇനി ആ വിളിക്കുകയാണെങ്കിൽ പറയാം അയാള് എന്താണ്, അയാൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, അയാളെ വയസ്സെത്രയായി, അയാൾ എവിടെയാണ് സ്ഥലം, ഇതൊക്കെ ഞാൻ ഏകദേശം മനസ്സിലാക്കും, ചോദിച്ച് മനസ്സിലാക്കും. കാരണം ഓരോ ആൾക്കാരോടും ഓരോ ടൈപ്പിലും നമുക്ക് അതിന്റെ ഇത് മറുപടി പറയേണ്ടി വരും. ഇപ്പൊ സാധാരണ ഒരു കൂലിക്ക് പണിക്ക് പോകുന്ന ആളോട് ഇത് പിന്നെ പീറ്റർ ജെസ്ലിംഗ് ഉണ്ടാക്കിയതാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മള് റോബർട്ട് കിയോസാക്കി, പിന്നെ ആയുഷ് എന്നൊക്കെ പറഞ്ഞ അയാളെ സംബന്ധിച്ച് ഒരു സാധാരണ ജോലിക്കാരൻ വിദ്യാഭ്യാസം അയാളെ സംബന്ധിച്ച് ഇതൊന്നും കേട്ട് കാര്യമൊന്നുമില്ല. അപ്പോ അതേ സ്ഥാനത്ത് ഒരു ഹൈ പ്രൊഫഷണലുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണെങ്കിൽ അവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയണം. മറ്റു നമ്മൾ സോമകുമാർ സാറ് പറഞ്ഞ പോലെ ഈ പേസ്റ്റ് നല്ല പേസ്റ്റാ, ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ട്, എനിക്ക് അപാര റിസൾട്ടാ, ഒരുപാട് ആൾക്ക് കൊടുത്ത റിസൾട്ടിൽ നിന്ന് മാത്രം കേട്ടാൽ തന്നെ അയാൾ വാങ്ങിക്കൊള്ളത്. ഏത് കാരണം അയാളുടെ അടുത്ത് നമ്മള് പിന്നെ റോബർട്ട് കിയോസാക്കിന് ആയുഷിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ കണ്ടറിഞ്ഞ് ആളറിഞ്ഞ് പെരുമാറുന്ന സമയത്ത് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് കൂടുതൽ ആളെ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ചീപ്പ് കസ്റ്റമറെ, ഡിഫിക്കൽട്ടി കസ്റ്റമറെ ഒഴിവാക്കിയിട്ട് എമോഷണൽ കസ്റ്റമറെ, അതുപോലത്തെ എഡ്യൂക്കേറ്റഡ് കസ്റ്റമറെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലയിൽ നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം പ്രധാനമായിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഏത് പിന്നെ വുമൺ കമ്പാനിയനൊക്കെ, അതുപോലെ തന്നെ യുറി ഫ്ലഷ്, ഇതൊക്കെ അപ്പർ റിസൾട്ട് ഉള്ള ഗൾഫിലേക്കൊക്കെ ഞാൻ പിന്നെ അയച്ചു കൊടുത്തു. പക്ഷെ ഗൾഫിലേക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഒരു കിലോന് ഏകദേശം 2500 രൂപ എങ്ങാനാ അയക്കാനുള്ള റേറ്റ് വരിക. നമ്മൾ ഞാൻ ഈ ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള അതുപോലെ തന്നെ യുറി ഫ്ലഷ് അപാര റിസൾട്ടാണ്. ഇപ്പൊ എന്റെ മരുവന് തന്നെ വലിയൊരു സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടായിട്ട് ആ മൂത്രത്തിൽ പൊടിഞ്ഞ് അലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു യുറി ഫ്ലഷിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പിന്നെ മൂത്രാശയ സംബന്ധ യൂറിനറി സിസ്റ്റത്തിനെ നല്ലോണം റിജുവിനേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ മൊത്തത്തില് പിന്നെ നമ്മൾ കിഡ്നി പ്രോബ്ലത്തിലേക്കൊക്കെ പോകുന്നതിന്, അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ മാതിരി മൂത്രം ഒഴിക്കാൻ തോന്നുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഇപ്പം സിറപ്പ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ക്യാപ്സ്യൂൾ കൊടുക്കാം, റിഫ്രഷ് ക്യാപ്സ്യൂൾ. നമ്മൾ പ്രോസ്റ്റേറ്റിന് നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല, കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഈ അസിഡിക് ആവുന്ന സമയത്താണ് അസുഖം ഉണ്ടാവുന്നത്. അസിഡിക് ആവുന്ന സമയം, ഏത് ബ്ലഡ് അസിഡിക് ആവുന്ന സമയം അത് ആൽക്കലൈനിറ്റിയിൽ നിർത്തണം. അപ്പൊ ഒരു 7.45 നമ്മൾ ആൽക്കലൈനിറ്റി നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന ആൽക്കലൈനിറ്റി ആണ് പറയുക, അത് നിർത്തുകയാണെങ്കിൽ ആൽക്കലൈൻ ആണ് ബ്ലഡ്. അപ്പൊ എന്ത് ചെയ്യുന്ന നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് അത് 6 താഴോട്ട് പോവുകയാണെങ്കിൽ അസിഡിക്കായി. അപ്പൊ അസിഡിക് ആവുന്നത് എങ്ങനെയാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അസിഡിക് ആവുന്ന സമയത്ത് നമുക്ക് വെരിക്കോസ് വെയിന്, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, തലച്ചോറിൽ, അതുപോലെ തന്നെ നമുക്ക് സ്ട്രോക്ക്, ഈ പ്രശ്നങ്ങളൊക്കെ ബ്ലഡിൽ ഉണ്ടാവുന്ന സമയത്ത്, അസിഡിക് ആവുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏറ്റവും നല്ല എന്താ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലഡ് പ്യൂരിഫയർ. പക്ഷെ ബ്ലഡ് പ്യൂരിഫയർ നമ്മൾ കഴിക്കുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കൊടുക്കുന്ന സമയത്ത് ഈ ലോ പ്രഷറുള്ള ആൾക്കാർക്ക് കൊടുക്കാതിരിക്കാൻ നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ സാധാരണ ചില ആൾക്കാർക്ക് ലാസിക്സ്, അതുപോലെ തന്നെ ഈ ഡൈയൂററ്റിക് എന്ന് പറയും, അതായത് മൂത്രം കൂടുതൽ പോകാനുള്ള അലോപ്പതി മരുന്നുകൾ ചിലപ്പോൾ ആർക്ക് ഈ ഹൈ BP ഉള്ള പേഷ്യൻസിന് ചിലപ്പം കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ആ മൂത്രം പോകാനുള്ള വേണ്ട, പ്രഷറിന്റെ മതി എന്ന് പറയും. ഇത് വായിച്ച് പഠിച്ച് ശീലിച്ചിട്ടുള്ള സെയിൽസ്മാൻമാരൊക്കെ എന്ത് ചെയ്യുന്നത്, എന്നാ പിന്നെ അത് എടുത്തോളി എന്ന് പറയും. പക്ഷെ നമ്മളെടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ പറയും ഈ ഡൈയൂററ്റിക് മൂത്രം കൂടുതൽ പോക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഹൈ ഡോസിലുള്ള, നല്ല ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യും, ഹൈ ഡോസിലുള്ള ഈ പ്രഷറിന്റെ ഗുളിക ഒഴിവാക്കിയിട്ട് അത് 50 ഉള്ളിടത്തിൽ 25 എഴുതിയിട്ട് ഈ ഡയൂറേറ്റീവ് കൂടിയും കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് ലവണങ്ങൾ കൂടുതൽ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ എന്താ വെച്ചാൽ BP ഒന്ന് താഴോട്ട്, ലവണങ്ങൾ കൂടുതൽ നഷ്ടപ്പെട്ട പറഞ്ഞാല് അതെങ്ങനെയാ മൂത്രത്തിൽ കൂടെ പോകുന്ന സമയത്ത് BP ഒന്ന് കുറയും. അപ്പോ അങ്ങനെ ഡയൂററ്റിക് ആക്കിയുള്ളത്. അപ്പൊ ഈ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഞാൻ പറഞ്ഞു, ബ്ലഡ് പ്യൂരിഫയർ നിങ്ങൾ കൊടുക്കുമ്പോൾ ലോ BP ഉള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ വെള്ളം നല്ലോണം കുടിക്കാൻ പറയൂ. വെള്ളം നല്ലോണം കുടിക്കുമ്പോൾ എന്താ ലവണങ്ങൾ ശരീരത്തിൽ നഷ്ടപ്പെടും. ലോ BP ഉള്ള ആൾക്കാരുടെ അടുത്ത് ഒന്നുകൂടി കുറവായിരിക്കും, അത് ലവണങ്ങൾ ഒന്നുകൂടി നഷ്ടപ്പെടുമ്പോൾ താഴോട്ട് പോകും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഇതിലുള്ള ഒരു ലേഡി ഒരു ദിവസം രാവിലെ ഉള്ളിയേരി വന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ, ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം പറ്റിയ, ലോ BP ഉണ്ടെന്ന്.
അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചു? ഓ അത് ഞാൻ കഴിക്കൽ ഇന്നും കഴിച്ചെന്ന്. എന്നാ പിന്നെ അതങ്ങ് നിർത്തി കളയുന്നത്. അത് നിർത്തിയാൽ പ്രശ്നമില്ല. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ലോ ബി പി ഉള്ള ആൾക്കാർക്ക് ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ബ്ലഡ് പ്യൂരിഫയർ നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പോ പറഞ്ഞ അസിഡിക് ആവുന്ന അസിഡിക് ആവുന്നത് എങ്ങനെയാ ശരീരം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ പൊളിപ്പിച്ച ഭക്ഷണം, ഈസ്റ്റ്, പിന്നെ അതുപോലെ പ്രോട്ടീൻ, അതായത് വെജിറ്റബിൾ പ്രോട്ടീൻ, അതുപോലെ നോൺ വെജ് പ്രോട്ടീൻ, പിന്നെ അതുപോലെ തന്നെ ഇറച്ചികൾ, അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ ഏതാ? പയറ്, കടല, കുമ്പർ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇത് ശരീരത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ശരീരം കൂടുതൽ ആസിഡ് ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ട് ശരീരത്തിൽ വയറ്റില് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്പാദിപ്പിക്കും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്പാദിപ്പിക്കുന്നതിനാ നിങ്ങൾ കടല ഈ പറഞ്ഞ മാതിരി ഇറച്ചി ഈ ദഹനത്തിന് കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവശ്യമാണ്. അപ്പൊ അത് കൂടുതൽ കൂടുതൽ ഉത്പാദിപ്പിക്കും. ചില ആൾക്കാർക്ക് ഇത് കൺട്രോൾ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ദഹനം കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വയറ്റിക്കിടക്കും. അപ്പൊ അതെന്ത് ചെയ്യും? രക്തത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പാൽ ഉൽപ്പന്നങ്ങൾ സാധാരണയായിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. അതായത് വെരിക്കോസ് വെയിനുള്ള ആൾക്കാർ പാൽ ഉൽപ്പന്നങ്ങളിലെ ഒരു കവിൾ ചായ പോലും കഴിക്കാതിരിക്കാൻ പറയാ. വെരിക്കോസ് വെയിനുള്ള ആൾക്കാർ എന്താണെന്നറിയാം, ഇത് പിന്നെ കുറയാനുള്ള ഏറ്റവും നല്ലതാണ്. നമ്മൾ ഭക്ഷണത്തിൽ നമ്മളെ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ പിന്നെ നമ്മളെ ഈ സാധാരണ ചോദിക്കും പത്തി ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ പത്തി ഇല്ല എന്ന് തന്നെ പറയുക. പക്ഷെ ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാനും വേണ്ടി പറഞ്ഞാൽ നമ്മളെ റിസൾട്ട് ഹൈ ആണ്. അപ്പൊ ഇവിടെ ബ്ലഡ് പ്യൂരിഫയർ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും കൊടുക്കണം. ഒരു ഫസ്റ്റ് 1-2 ബോട്ടിൽ ബ്ലഡ് പ്യൂരിഫയർ ഞാൻ ഈ പറഞ്ഞതല്ലാത്ത കേസിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ ബ്ലഡ് ഒന്ന് ശുദ്ധിയാവും. ബ്ലഡ് ഒന്ന് ശുദ്ധിയാകുന്ന സമയത്ത് എന്ത് ചെയ്ത് അസിഡിക് ഉള്ള ബ്ലഡ് ആണെങ്കിൽ അത് ആൽക്കലിനിറ്റിക്ക് വരും. മാത്രമല്ല ആ ബ്ലഡ് ഇനി ശുദ്ധീകരിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് ശുദ്ധീകരിക്കാൻ എന്താ വേണ്ടത്? അസിഡിക് ഒഴിവാക്കാൻ എന്താ വേണ്ടത്? നമ്മൾ സാധാരണ നല്ല പച്ചക്കറികൾ കഴിക്കുക. കുക്കുംബർ ഇല്ലേ, കുക്കുംബർ കഴിച്ചാൽ ശരിക്കും പറയാൻ ആസിഡിറ്റി മാറും. ശരിക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടൊപ്പം പച്ചയായി കഴിക്കാവുന്ന ഇതുണ്ടല്ലോ, പച്ചക്കറികൾ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുക. സാധാരണ എല്ലാവരും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. ഇറച്ചിയും മീനൊക്കെ കൂട്ടി നല്ലോണം ചോറ് തിന്നു. ചോറ് തിന്നതിന് ശേഷം എന്ത് ചെയ്യുന്നറിയോ? ഫ്രൂട്ട്സും കഴിക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന ഷുഗർ നല്ലോണം കൂടും. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ എന്താ വെച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആദ്യം കഴിക്കുക. ഫ്രൂട്ട്സ് ആദ്യം കഴിച്ചാൽ നിങ്ങൾ ചോറ് കുറച്ച് തരുന്നുണ്ടല്ലോ. ചോറിലാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അതും മാത്രമല്ല ആ അസമയത്തുള്ള ഭക്ഷണം. സാധാരണ നമ്മുടെ ശരീരത്തിന് ഒരു കഴിവുണ്ട്. എന്തെന്നറിയാം? അതായത് നമ്മളെ ശരീരം സ്വയം ചികിത്സിക്കും. നമുക്ക് ഒരു ഗുളികയോ ഒരു മരുന്നും വേണ്ട. പ്രകൃതിയോടൊത്ത് ജീവിക്കുകയാണെങ്കിൽ, പ്രകൃതി പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രകൃതി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് നല്ല റിസൾട്ടാണ്. നമ്മൾ പ്രോഡക്റ്റ് നല്ല പ്രകൃതിന്റെ പോസിറ്റീവ് എനർജി ഉള്ളതാ. നമ്മളെ പ്രകൃതിയിൽ സൂര്യപ്രകാശം തന്നെ പോസിറ്റീവ് എനർജി. ആ എനർജി നമ്മളുടെ ഫോട്ടോസിന്തസിസിലെ ഏത് ചെടികളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആ ചെടികൾ നമുക്ക് തരുന്നത് മുഴുവൻ പോസിറ്റീവ് എനർജിയാ. നെഗറ്റീവ് എനർജി, ഡെഡ് ആയിട്ടുള്ളത് മുഴുവൻ നെഗറ്റീവാണ്. നമ്മൾ ശവത്തിനെയാ കഴിക്കുന്നത്, അല്ലേ? കൊന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മളെ വെൽനെസ് പ്രാധാന്യം കൊടുക്കേണ്ടത് പച്ചക്കറികൾക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബ്ലഡ് പ്യൂരിഫയർ നമ്മൾ അസുഖം ഉള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് നമ്മൾ അസിഡിക് ആയിട്ടുള്ള ബ്ലഡിനെ ആൽക്കലൈൻ ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിസൾട്ട് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഇപ്പം ഡയാബ ലൈഫ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ചോറ് ഒഴിവാക്കാൻ പറയും. പിന്നെ രാത്രി 7 മണിക്ക് മുമ്പേ ഭക്ഷണം കഴിക്കാൻ പറയും. കാരണം ഒരു 12 മണിക്കുള്ളിലാണ് നമ്മുടെ ശരീരത്തിന്റെ റിപ്പയർ നടക്കുന്നത്. 12 മണിക്കുള്ളിൽ. അപ്പൊ നമ്മളെ 7 മണിക്ക് മുമ്പുള്ള ഭക്ഷണ രീതി വരികയാണെങ്കിൽ അതും നമുക്ക് ഹെവി ആയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക, പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ രോഗികളെ സംബന്ധിച്ച് പറയും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ശരീരം തന്നെ റിപ്പയർ ചെയ്യും. അപ്പൊ നമ്മളെ പ്രോഡക്റ്റ് മതി. മറ്റത് വിഷമല്ലേ? അലോപ്പതി എന്ന് പറഞ്ഞാൽ അതിന്റെ സമയത്തും അതിന്റെ ഡോസിലും കഴിക്കാവുന്നതാണ് മരുന്നാവുന്നുള്ളൂ, അല്ലെങ്കിൽ വിഷ. പിന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു സാധനം അലോപ്പതിയിൽ ഇല്ല. അപ്പൊ നമ്മൾ ഈ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് സമയം, അതായത് ഒരു 6 മണിക്ക് ശേഷം സാധാരണ ഒരു ജീവിയും ഭക്ഷണം അങ്ങനെ കഴിക്കില്ല, മനുഷ്യനല്ലാണ്ട്. അപ്പൊ ഈ 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പറ്റുമെങ്കിൽ, ഇനി പറ്റുമെന്നുള്ള നമ്മളൊന്ന് ടെസ്റ്റ് ഡോസ് എടുക്കണം. ഭക്ഷണ ശൈലിയൊക്കെ എങ്ങനെയാണ് കഴിക്കല്, ഇപ്പൊ നമ്മള് കഴിക്കുന്നതിന് നിർബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടേ പറയാം. കാരണം അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് വാങ്ങിന്ന് വരില്ല. അപ്പോ നമ്മളെ മാർക്കറ്റിംഗ് കൂടെ ആണല്ലോ നമ്മളെ ലക്ഷ്യം. അവരെ കഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശം. നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സമയം 7:15 കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിലും എനിക്ക് സമയക്കുറവ് കാരണം എനിക്കും പോകാനുണ്ട്. അപ്പൊ സമയക്കുറവ് കാരണം ഞാൻ എൻ്റെ
വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്.